ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് സോസേജ് റാപ്പാണ്. അതിനായിട്ട് ഒരു സവോള പിന്നെ ബേബി ടൊമാറ്റോ ആണ് നമ്മൾ എടുക്കുന്നത്. ഇത് രണ്ടും കട്ട് ചെയ്ത ശേഷം നമ്മൾ അതിനെ മാറ്റി വയ്ക്കുന്നു. ബേബി ടൊമാറ്റോ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയാണ്. നമ്മൾ ലൈവായിട്ടുള്ള ലെറ്റ്യൂസാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ലെറ്റ്യൂസ് നമ്മൾ കട്ട് ചെയ്തെടുത്ത ശേഷം ഓരോ ലീഫായിട്ട് നമ്മൾ ലൈവായിട്ട് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്ത ശേഷം നമ്മളതിനെ ചോപ്പ് ചെയ്യുന്നു. നല്ല രീതിയിൽ ഫൈൻ ചോപ്പായിട്ട് ചെയ്ത് അതും നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ കൂടെ മാറ്റി വയ്ക്കുന്നു. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സോസേജ്, അതിനകത്ത് പെപ്പറും സോൾട്ടും എല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള സോസേജാണ്. അപ്പോൾ ഈ സോസേജിനെ എടുത്തിട്ട് അതിന് രണ്ടായിട്ട് കീറിയ ശേഷം അതിനെ നമ്മൾ ഒരു ഫ്രൈയിങ് പാനിലേക്ക് ഫ്രൈ ചെയ്യാൻ ഇടുന്നു. അതിനായി ഒരു ഫ്രൈയിങ് പാനിൽ ബട്ടർ ഇട്ട ശേഷം ബട്ടറിനുള്ളിലേക്ക് നമ്മൾ സോസേജിന് ഇടുന്നു. ഒരു ബ്രൗണിഷ് കളർ വരുന്നത് വരെ നല്ല രീതിയിൽ സോട്ട് ചെയ്യുക. സോട്ട് ചെയ്ത ശേഷം നമുക്കത് മാറ്റി വയ്ക്കാം. ഉപ്പ് ആർക്കെങ്കിലും അല്പം വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ നമുക്കത് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നാൽ ഇതിനകത്ത് ഉപ്പ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അത് തന്നെ മതിയാവുമെന്നാണ് തോന്നുന്നത്. ഞങ്ങൾ വേറെ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല. ഒരു ബൗളിൽ 3 മുട്ട എടുക്കുന്നു. 3 മുട്ട എടുത്ത ശേഷം അതിന് നല്ല രീതിയിൽ ബീറ്റ് ചെയ്യുന്നു. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് തന്നെ ബീറ്റ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ഒരു ഫ്രൈയിങ് പാനിൽ അല്പം ബട്ടർ ഇട്ട ശേഷം നമ്മൾ ബട്ടർ നല്ല രീതിയിൽ മെൽറ്റായ ശേഷം അതിലേക്ക് ഈ എഗ്ഗിനെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗിനെ അതിനകത്തേക്ക് ഒഴിക്കുന്നു. ഒഴിച്ച് അത് ഒരല്പം വേവ് വന്ന ഉടൻ തന്നെ നമ്മൾ ചപ്പാത്തിയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. നമുക്ക് ചപ്പാത്തിക്ക് പകരം നാനോ ഫുൾക്ക എന്ത് വേണമെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാം. വച്ച് നമുക്കതിന് നല്ല രീതിയിൽ വെന്ത ശേഷം അതിനൊന്ന് മറിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ചീസ് ഗ്രേറ്റ് ചെയ്തിടണം. നല്ല രീതിയിൽ ചീസ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഗ്രേറ്റ് ചെയ്തിടുക. എന്നിട്ട് ഒരു ലിഡ് വച്ച് അടച്ച് കുറച്ച് നേരം വേവിക്കുമ്പോൾ ആ ചീസ് മുഴുവൻ മെൽറ്റായി അതിലേക്ക് വരും. ഇതാണ് ചീസ് മെൽറ്റ് ചെയ്ത നമ്മുടെ ബേസ്. ഇതാണ്. അതിലേക്ക് മയണൈസ് അപ്ലൈ ചെയ്യുക. ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത് തന്തൂരി മയണൈസാണ്. ഏത് ടൈപ്പ് മയണൈസ് നമുക്ക് യൂസ് ചെയ്യാം. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോസേജ് ഓരോന്നായിട്ട് നമ്മൾ അടുക്കി ഇങ്ങനെ വയ്ക്കുന്നു. വെച്ച ശേഷം അതിന് മുകളിലേക്ക് ചോപ്പ് ചെയ്ത് ലെറ്റ്യൂസ് ഇടുന്നു. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ച ഓണിയൻ, ബേബി ടൊമാറ്റോ, ഇത് രണ്ടും നമ്മൾ അതിൻ്റെ മുകളിലേക്ക് വയ്ക്കുന്നു. വച്ച ശേഷം നമ്മൾ ഇതിനെ റാപ്പ് ചെയ്യുന്നു. നല്ല രീതിയിൽ നമ്മൾ ഇതിനെ റാപ്പ് ചെയ്തെടുക്കണം. നല്ല രീതിയിൽ റാപ്പ് ചെയ്ത് എടുത്ത ശേഷം നമുക്കതിനെ പീസസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റാപ്പാണിത്. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻസ്റ്റൻ്റായി വീഡിയോ കിട്ടുന്നതായി ബെൽ ഐക്കൺ അമർത്തുക. ഞങ്ങളെ